ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ, സാധാരണ പോലീസ് സ്റ്റേഷനിൽ 25 പോലീസുകാരാണ് അതിൻ്റെ ഒരു ശരാശരി സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ സ്ട്രെങ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത് 1978-79 കാലഘട്ടത്തിലാണ്. ഈ 25 പോലീസുകാരിൽ ഒരു മൂന്ന് പേര് ഞാൻ വളരെ മോഡസ്റ്റായിട്ട് സംസാരിക്കാം, 3 പേര് രോഗാതുരരായിരിക്കും, എന്തെങ്കിലുമൊക്കെ രോഗഗ്രസ്തരായിരിക്കും, ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടിപെട്ട് കഷ്ടപ്പെടുന്നവരായിരിക്കും. വേറെ ഒരു 2 പേർക്ക് ദുസ്സഹമായ ദുഃഖത്തിനടിമകളായിരിക്കും അവർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാരുടെങ്കിലും മരണം സംഭവിക്കുകയോ വീട്ടിലുള്ളവർക്ക് ഇതുപോലെ രോഗാതുരരായിട്ടുള്ളവരുണ്ടാവുന്ന 2 പേര്. വേറെ ഒരു 2 പേരെ നമ്മൾ കാഷ്വാലിറ്റി, അവരെന്തെങ്കിലും ലീവിലായിരിക്കും. അത് കഴിഞ്ഞ് എഫക്റ്റീവ് സ്ട്രെങ്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ പലപ്പോഴും കിട്ടുക 18 പേരാണ്. ഈ 18 പേരിൽ റൈറ്റർ എന്ന് പറഞ്ഞ ഒരാൾ പോകും, GD ചാർജ് എന്ന് പറഞ്ഞ ഒരാൾ പോകും. ഇപ്പോൾ GD ചാർജ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഡ്യൂട്ടിയാണ്. ആ 24 മണിക്കൂർ ഡ്യൂട്ടിയുള്ള GD ചാർജിന് പകരം പിറ്റേന്ന് വേറെ ആൾ വരണം. അപ്പം 2 പേര് വേണം. ഈ 18 നിന്ന് അപ്പം 3 പേര് അപ്പോഴേ കുറഞ്ഞ്, പിന്നെ വീണ്ടും 15ആയി. പാറാവിന് ആൾ വേണം, 3 പേര് അതിന് പോയി. അപ്പം 15 3 പോയി 12 പേരായി. ഇനി സമൻസും വാറൻറ്റും കൊടുക്കാനും മേടിക്കാനും ആയിട്ട് ഒരാൾ മിനിമം വേണം. അപ്പം 11ആയി. ഈ 11ൽ നിന്ന് വീണ്ടും കുറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റീഷൻ വരുന്നു. ആരെങ്കിലും വന്നൊരു പരാതി പറയുന്നു, അത് അന്വേഷിക്കാൻ ഒരാളെ വിടണം. അങ്ങനെയുള്ള മിനിമം ഒരു ദിവസം ഒരു പോലീസ് സ്റ്റേഷനിൽ ശരാശരി വരുന്ന പെറ്റീഷനുകളുടെ എണ്ണം വളരെ താഴ്ന്ന നിലയ്ക്ക്, അതായത് ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് സ്റ്റേഷനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നേ ഇല്ല. വളരെ വളരെ മിനിമലായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ പോലും മിനിമം ഒരു ദിവസം ഒരു 15 പരാതി വരും. ഈ 15 പരാതി അന്വേഷിക്കാൻ മിനിമം ഒരാൾ 3 പേരെങ്കിലും അതിന് പോകണം. അപ്പോൾ 11 വീണ്ടും 3 കുറഞ്ഞു, 8 പേര് ബാക്കി. ഇനി വയർലെസ് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാൾ വേണം, 7 പേര് ബാക്കി. ഇത് കഴിഞ്ഞിട്ട് ഈ 7 പേര് നമുക്ക് ഫലപ്രദമായി കിട്ടും. SIO ഉണ്ടാവും, അല്ലെങ്കിൽ CIO ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 7 പേര് ചെയ്യേണ്ട കാര്യങ്ങളാണ്: കേസ് രജിസ്റ്റർ ചെയ്യുക, ബന്ദോബസ്തിന് പോവുക. എന്താ ബന്ദോബസ്ത്? ഉത്സവം നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടൊരു മാർച്ച് നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ തലേന്ന് രാത്രി ഒരു അതിക്രമം നടന്നു, പോലീസ് നില പോയപ്പോൾ എന്നെ നോക്കി കൊഞ്ഞാൻ കാത്തി, അല്ലെങ്കിൽ എന്നെ അടിച്ചു എന്ന് പറയുന്നതിനെതിരെ പരാതി പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ബഹുവിധമായ പ്രക്ഷോഭങ്ങൾ നിയന്ത്രിക്കേണ്ടതും ഈ 7 പേരാണ്. ഈ 7 പേരാണ്. അപ്പം ശരാശരി ഞങ്ങൾ നോക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞത് തന്നെ ഒരു എക്സിജൻസി ഇല്ലാതെ വരുന്നൊരു സാഹചര്യമാണ്. ഇതിൻ്റെ കൂടെയാണ് ചിലപ്പോൾ നമുക്ക് പ്രളയം വരും, കോവിഡ് വരും, എവിടെയെങ്കിലും അശനിപാതം പോലെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവും. ഇതെല്ലാം നേരിടാൻ ഈ 7 പേരെ ഫലപ്രദമായിട്ടുണ്ടാവും. ഈ 7 പേരെടുത്താണ് നമ്മൾ ചെന്നിട്ട് പറയും. അപ്പം ഇങ്ങനെ വളരെ, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സംബഡി ഈസ് അറ്റ് ഇറ്റ്സ് വിറ്റ്സ് എൻഡ് എന്ന് പറയും. അയാളുടെ എല്ലാതും കഴിഞ്ഞ് അയാൾ അവസാനപ്പെട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലായിരിക്കും രാത്രി ഉത്സവം ഉണ്ടാവും, ഒരു ഗാനമേള ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന കൃത്യാന്തര ബാഹുല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് നമ്മളൊരു കേസന്വേഷണമായിട്ട് പോകുന്നത്. ആ കേസന്വേഷണത്തിന് ഈ മാന്യദേഹത്തിന്, അവിടുത്തെ SIക്ക് അല്ലെങ്കിൽ CIക്ക് എത്ര നേരം ചെലവിടാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ സ്ഥാനത്ത് നിന്ന് ആ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമുള്ളതെന്ന് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുമ്പോൾ, ക്രൈംബ്രാഞ്ചിലിപ്പോൾ ഏകദേശം ഒരു 600 മുതൽ 900 വരെ ഉദ്യോഗസ്ഥരുള്ളതിൽ അന്വേഷണത്തിന് അധികാരമുള്ളവർ കേവലം 100-ൽ താഴെ ഉണ്ടാവുള്ളൂ. 100-165 പരമാവധി. ആ ആൾക്കാർ കേസ് അന്വേഷിക്കുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം 4000 ചിലവാൻ കേസുകളാണ് ഇവർ അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരു കേസിന് കൊടുക്കാൻ പറ്റുന്ന സമയം എത്രയാണ് നിങ്ങൾ ആലോചിച്ചോണം. ഇത് കഴിഞ്ഞത് CBIയിലേക്ക് വരുമ്പോൾ, അപ്പം ശരാശരി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഇത് കൂടാതെയാണ് പണ്ട് അന്വേഷിച്ച കേസുകൾക്കുള്ള കോടതി സമൻസ്, കോടതിയിൽ പോവുക. അപ്പോൾ കോടതിയിൽ പോകുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ പോയി. അത് കഴിഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷൻ വിളിപ്പിക്കും, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമയം യഥാർത്ഥത്തിലില്ല. അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുമ്പോൾ ക്രൈംബ്രാഞ്ചിൽ ശരാശരി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷിക്കേണ്ടി വരുന്ന കേസുകളുടെ എണ്ണം 40-നും 50-നും ഇടയ്ക്കാണ് ഒരു വർഷം. CBIയിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒരാൾക്ക് 2.5 കേസേ ഉണ്ടാവുള്ളൂ ഒരു വ്യക്തിക്ക് ഒരു വർഷം. അപ്പോൾ അദ്ദേഹത്തിന് അതിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ടൈം കൂടുതലായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ച താല്പര്യം. അതുകൊണ്ട് ആൾക്കാരെല്ലാവരും പറയും CBIയിൽ ഇരിക്കുന്നവരാരാ? ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ അങ്ങോട്ട് പോകുന്നവരാണ് CBIയിൽ ഇരിക്കുന്നത്. CBI ആകാശത്തു നിന്ന് വരുന്ന ഒരു പ്രത്യേക ഏജൻസി അല്ല.
അപ്പം ഇങ്ങനെ കൂടുതൽ സമയം അവർക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നു, അവർക്ക് കൂടുതൽ റിസോഴ്സസ് ഉണ്ട് എന്നുള്ളതിലുപരിയായി ഒരു തരത്തിലുള്ള അന്വേഷണ മികവും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഏജൻസി എന്നുള്ള നിലയ്ക്കോ CBIക്ക് അവകാശപ്പെടാനുള്ളതെന്നുള്ളത് എനിക്ക് സധൈര്യം പറയാൻ പറ്റും. എനിക്ക് വളരെ സന്തോഷമുള്ള, ഞാൻ അഹങ്കാരത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നൊരു കാര്യം, ഞാൻ അവിടെ ക്രൈംബ്രാഞ്ചിൽ ഇരുന്നപ്പം അന്വേഷിച്ചിരുന്ന കേസുകൾ CBIക്ക് പോയതിൽ 98% കേസുകളും ഒരു കേസോ മറ്റേ ഉള്ളൂ. മറിച്ച് എൻ്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തോട് യോജിക്കാൻ മാത്രമേ CBIക്ക് സാധിച്ചിട്ടുള്ളൂ. CBI വിയോജിച്ചിട്ടുള്ള കേസ് ഒരെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ കേസിൽ കോടതി ഞങ്ങളുടെ തീരുമാനത്തോട് യോജിക്കുകയാണ് പിന്നീട് ചെയ്തത്. ഇപ്പം കേരള പോലീസിൻ്റെ അന്വേഷണ മികവിനെ കുറിച്ച് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇന്ത്യയിൽ CBIയേക്കാൾ കൂടുതൽ കൺവിക്ഷൻ റേറ്റ് ഉള്ളതും കേരള പോലീസിനാണെന്ന് ഇത്തരണത്തിൽ ഞാൻ പ്രസ്താവിച്ചുകൊള്ളട്ടെ.